ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LGSന് വേണ്ടിയിട്ടുള്ള ഒരു തകർപ്പൻ സെക്ഷനാണ്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് സ്റ്റേജ് 1 എക്സാം ആണ്. SLC പ്രിലിമിനറി എക്സാം ആയിരുന്നു. ഇത് 53/2022 എന്ന സെക്ഷനാണ്. ഈ ഒരു എക്സാം നടന്നത് 15/5/2022 പ്രിലിംസിന്റെ സ്റ്റേജ് 1 SLC ലെവൽ എക്സാം ആണ്. നല്ല ക്വസ്റ്റ്യൻസ് ആണ്, നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. ഒളിമ്പിക്സ് അത്ലറ്റ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ്? ആൻസർ നീരജ് ചോപ്രയാണ്. ജാവലിൻ ത്രോ. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്നാണ്? ജമ്മു കാശ്മീരിന്റെ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 2019 ജമ്മുവും ലഡാക്കും കേന്ദ്രഭരണ പ്രദേശമായി മാറി. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? എഴുത്തച്ഛൻ പുരസ്കാരം 2021 സ്വന്തമാക്കിയതാണ് ഇവിടെ ചോദ്യം. അത് പി വത്സലയാണ്. പിന്നെ നമ്മുടെ എസ് കെ വസന്തനാണ് 2023 എന്ന് ഓർക്കുക. 2023 എസ് കെ വസന്തനാണ് എന്ന് ഓർക്കുക. 2021 പി വത്സല നെല്ല് എന്ന കൃതിയൊക്കെ എഴുതിയതാണ്. 5 ലക്ഷം രൂപയുടെ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. കേരള ഗവൺമെന്റ് നൽകുന്ന സാഹിത്യത്തിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഈ ഒരു എഴുത്തച്ഛൻ പുരസ്കാരം. ഇനി സേതുവാണ് 2022 സ്വന്തമാക്കിയത്. അപ്പോ ഇതൊരു സമഗ്ര സംഭാവനയ്ക്കാണ് നൽകുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് സമഗ്ര സംഭാവനയ്ക്കാണ്. അപ്പോ ഈ ഒരു സമയത്ത് പി വത്സലയുടെ കൃതികളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെയാണ്. അപ്പൊ എസ് കെ വസന്തനുമായി ബന്ധപ്പെട്ട് കൃതികളൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോ എസ് കെ വസന്തൻ 2023. ഇനി 93 ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. ശൂരനാട് കുഞ്ഞൻ പിള്ള. 94 രണ്ടാമതായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് തകഴി ശിവശങ്കര പിള്ളയാണ്. 95 ആദ്യമായിട്ടൊരു വനിതയ്ക്ക്, ഒരു സ്ത്രീക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടി. അത് ബാലാമണി അമ്മയ്ക്കാണ്. മൂന്നാമത്തെ വിന്നർ കൂടിയാണ് ബാലാമണി അമ്മ. ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഇനി MG വാസുദേവൻ നായർക്ക് എന്നാണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത്? MGക്ക് 2011 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ONV കുറുപ്പിന് എന്ന് കിട്ടിയെന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. 2007 ONV കുറുപ്പിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. പിന്നെ നമ്മൾ റീസെന്റ് ആയിട്ട് കിട്ടിയവരെ ഓർത്താൽ മതി. പി വത്സല, സേതു, എസ് കെ വസന്തൻ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? ഇപ്പോ നിലവിൽ വന്ന നിയമസഭ നമ്മുടെ എത്രാമത്തതാണ്? 15ാമത്തതാണ്. 2022 ഫെബ്രുവരി ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഇത് 22 ചോദ്യം. EOS 04 എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് 04. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ. ദേശീയ വിദ്യാഭ്യാസ നയം ലേറ്റസ്റ്റ് 2020 ഈ വർഷം ചോദിക്കാറുണ്ട്. ആൻസർ കെ കസ്തൂരി രംഗന. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്ക് ചികിത്സ സൗജന്യമായി നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് താലോലം. സൗജന്യ ചികിത്സ 18 വയസ്സ് താഴെ താലോലം. എത്ര വയസ്സിന് താഴെയാണെന്ന് ചോദിക്കാറുണ്ട്. 18 വയസ്സിന് താഴെയാണ് താലോലം പദ്ധതി. ഇനി JC ഡാനിയൽ പുരസ്കാരത്തെ കുറിച്ചാണ് ചോദിച്ചത്. ഈ ചോദ്യം എലിമിനേറ്റ് ചെയ്തു, ഡിലീറ്റ് ചെയ്യപ്പെട്ട ഒരു ചോദ്യമാണിത്. അപ്പോ JC ഡാനിയൽ പുരസ്കാരം ചോദിച്ചെങ്കിലും ഡിലീറ്റ് ചെയ്യപ്പെട്ടു. നമുക്ക് JC ഡാനിയൽ അവാർഡ്സിനെ കുറിച്ച് ഒന്ന് നോക്കാം. ഈ JC ഡാനിയൽ അവാർഡ് ഇത് ലഭിച്ചത് ആദ്യമായി ലഭിച്ച വനിത ആര്, രണ്ടാമതായി ലഭിച്ച വനിത ആര് എന്ന് ചോദിക്കാറുണ്ട്.
ആദ്യമായി ലഭിച്ച വനിത ആറന്മുള പൊന്നമ്മയാണ്. രണ്ടാമത് ലഭിച്ച വനിത നമ്മുടെ ഷീലയാണ്. അപ്പൊ ആദ്യം ലഭിച്ച വനിത ആരാണ്? ആറന്മുള പൊന്നമ്മ. ആറന്മുള പൊന്നമ്മയ്ക്ക് ആദ്യമായി ലഭിച്ചു 2005 ആറന്മുള പൊന്നമ്മയ്ക്ക് ലഭിച്ചത്. ഷീലാമ്മയ്ക്ക് ലഭിക്കുന്നത് 2018 രണ്ടാമത്തെ വനിത ഷീല. ഇനി ജെ.സി. ഡാനിയൽ പുരസ്കാരം 19 ലഭിച്ചത് ഹരിഹരന്, 20 ലഭിച്ചത് പി ജയചന്ദ്രന്, 21 ലഭിച്ചത് കെ പി കുമാരന്, ഡയറക്ടർ ആയിട്ടുള്ള കെ പി കുമാരൻ. സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരു പുരസ്കാരമാണ്. സിംഗറിനോ ഡയറക്ടറിനോ ആക്ടറിനോ ആക്ട്രസിനോ സ്ക്രീൻ റൈറ്ററിനോ അങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആർക്കും ഈ പുരസ്കാരം നൽകാറുണ്ട്. അപ്പോ നമ്മൾ കണ്ടത് 2019 ഹരിഹരനായിരുന്നു, 20 പി ജയചന്ദ്രൻ, 21 കെ പി കുമാരൻ. ഇനി 22, 23 സമയം ടി വി ചന്ദ്രൻ, ലേറ്റസ്റ്റ് ടി വി ചന്ദ്രനാണ്, അതിനുശേഷം കൊടുത്തിട്ടില്ല. അപ്പോ ആദ്യമായി ഈ പുരസ്കാരം ലഭിച്ചത് ആരാണ്? ആദ്യമായിട്ട് ഈ പുരസ്കാരം ഇപ്പോ നമ്മുടെ ഇന്ത്യൻ ഫിലിം മേക്കർ ആണ് ജെ.സി. ഡാനിയൽ. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ പുരസ്കാരം. മലയാള സിനിമയുടെ പിതാവ് എന്നാണ് ജെ.സി. ഡാനിയലിനെ അറിയപ്പെടുന്നത്. ആദ്യമായിട്ട് ഈ പുരസ്കാരം നൽകിയത് 92 അതും PSC ചോദ്യമാണ്. TE വാസുദേവനാണ് ഈ പുരസ്കാരം കൊടുത്തത്. 93 തിക്കുറിശിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അപ്പോ 19, 20, 21, 22, 23 ടി വി ചന്ദ്രൻ ഇത്രയും പഠിച്ചു. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം ജില്ല. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാ? ആൻസർ നൂൽപ്പുഴയാണ്. ആൻസർ നൂൽപ്പുഴ. ഇനി സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാ? ഉത്തര മഹാസമതലമാണ് സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്. അപ്പൊ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നാണ് ഉത്തര മഹാസമതലത്തെ വിശേഷിപ്പിക്കുന്നത്. കൃഷി ഏറ്റവും കൂടുതൽ നടക്കുന്നു. ഗംഗ ബ്രഹ്മപുത്ര സമതലമാണിത്. ഗംഗ ബ്രഹ്മപുത്ര സമതലം. ക്ലിയർ ആണ്? ഇനി താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളില് ഉൾപ്പെടാത്ത നദി ഏതാ? ഉപദ്വീപീയ നദികളാണ് നർമ്മദ, കാവേരി, മഹാനദി. ലൂണി എന്ന് പറയുന്നത് രാജസ്ഥാന്റെ ഭാഗമായിട്ടുള്ള നദിയാണ്. അതുകൊണ്ട് തന്നെ ആൻസർ എന്താണ്? ലൂണിയാണ് ഉപദ്വീപീയ നദികളിൽ പെടാത്തത്. ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏതാണ്? ലൂണിയാണ്. അടുത്ത ചോദ്യം, റിഗർ എന്ന് അറിയപ്പെടുന്ന നദി ഏതാണ്? അല്ല, റിഗർ എന്നറിയപ്പെടുന്ന മണ്ണ് ഏതാണ്? റിഗർ എന്നറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണ് പരുത്തി മണ്ണ് എന്നൊക്കെ വിളിക്കുന്നു. കരിമണ്ണ്, കറുത്ത മണ്ണ്, ചെർണോസം എന്നറിയപ്പെടുന്നത് റിഗർ മണ്ണാണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. കരിമണ്ണ് എന്നൊരു പേരുണ്ട്, കറുത്ത മണ്ണ് എന്നൊരു പേരുണ്ട്, റിഗർ സോയിൽ എന്നൊരു പേരുണ്ട്, ബ്ലാക്ക് സോയിൽ എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്നു, പുസ്തകത്തിൽ ചെർണോസം എന്ന് വിളിക്കുന്നു. ഇതെല്ലാം ഒരു മണ്ണാണ്. കരിമ്പിനും അതുപോലെ തന്നെ പരുത്തിക്കും പ്രയോജനകരമായ മണ്ണാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണിത്. ഇനി ഉപദ്വീപീയ നദികൾ 6 ഏതൊക്കെയാണ് ഉപദ്വീപീയ നദികൾ? കൃഷ്ണയുണ്ട്, കാവേരി ഉണ്ട്, നർമ്മദയുണ്ട്, താപ്തിയുണ്ട്, മഹാനദി, ഗോദാവരി. ഏറ്റവും വലുത് ഗോദാവരിയാണ്. ലൂണി രാജസ്ഥാനിൽ കാണപ്പെടുന്ന നദിയാണ്. ലൂണി എവിടെ കാണപ്പെടുന്ന നദിയാണ്? രാജസ്ഥാനിൽ കാണപ്പെടുന്ന നദിയാണ്. ക്ലിയർ ആണ്? അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗ സിൻഡ്രോം ഏത് സംസ്ഥാനത്തിലാണ്? ആൻസർ മേഘാലയയിലാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കാസി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന മൗ സിൻഡ്രോമിനാണ്.
നേരത്തെ ചിറാപുഞ്ചി ആയിരുന്നു. ചിറാപുഞ്ചിയുടെ ഇന്നത്തെ പേര് സൊഹ്റ എന്നാണ്. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് മണികരണിലാണ്. ഇന്ത്യയില് ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് മണികരണിലാണ്. ക്ലിയർ ആണ്. അപ്പോ നമ്മളിപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ കവർ ചെയ്തു. 16 ചോദ്യങ്ങൾ. മണികരൺ ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയിലെ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏത്? അരുണാചൽ പ്രദേശാണ്. 17 മാത്രമേ ഉള്ളൂ. ജനസാന്ദ്രത കൂടുതൽ ബീഹാർ. ഇനി ശ്രീനഗർ കാർഗിൽ മേഖലകളെ സംബന്ധിച്ച് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ശ്രീനഗർ കാർഗിൽ സോജില ചുരമാണ്. കേരളത്തില് ജനസാന്ദ്രത 2ാം സ്ഥാനമാണ് ആലപ്പുഴ ജില്ലയ്ക്ക്. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണ്? ഖാരിഫ് വിളയാണ്. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്നു. ഖാരിഫ് വിള എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ എന്തൊക്കെയാണ്? പരുത്തി ഉണ്ട്, ചോളമുണ്ട്, ഇനി ചണമുണ്ട്, നെല്ല്, ഇതൊക്കെ ഖാരിഫ് വിളകളാണ്. തിനവിളകളായ ഏതൊക്കെയാണ്? ബജ്റ, ജോവർ, റാഗി, ഇതും പരുത്തി വിളകളാണ്. ബ്രഹ്മപുത്ര നദി സാധ്യ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്നത് NW2 ആണ്. NW2. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? എന്നാണ്? 1946 ഡിസംബർ 9 ഫസ്റ്റ് സമ്മേളനം. താൽക്കാലിക അധ്യക്ഷനായിരുന്നു സച്ചിദാനന്ദ സിൻഹ. വിദ്യാഭ്യാസ അവകാശ നിയമം ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എഴുതുക. ഭരണഘടന അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം. 1 ശരിയല്ലേ? ശരിയായിട്ടുള്ളതാണ് ചോദിച്ചത്. 1 ശരിയാണ്. 1 ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ഇത് മാത്രം തെറ്റ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗജന്യം നിർബന്ധമാണ്. 2ാമത്തെ പ്രസ്താവന ശരിയല്ലേ? ശരിയാണ്. അപ്പൊ നമുക്ക് 2ാമത്തെ പ്രസ്താവനയും ശരിയാണ് എന്ന് മനസ്സിലായി. അപ്പൊ ഇത് എലിമിനേറ്റ് ആയി. 2 ഉണ്ട്. ഇത് 2ഉം വന്നു. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. 2009 ഓഗസ്റ്റ് 26 ഇത് നിലവിൽ വന്നത്. ഇത് തെറ്റാണ്. അവകാശ നിയമം നിലവിൽ വരുന്നതല്ല, പാസ്സാക്കുന്നത് ഓഗസ്റ്റ് 26. നിലവിൽ വരുന്നത് 2010 ഏപ്രിൽ 1 അപ്പോ ഈ ഒരു 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെ? 4 നമ്മൾ വെട്ടി. എങ്കിലും നമ്മുടെ കൺഫ്യൂഷൻ തീരത്തില്ല. 50% നിൽക്കും ഈ സാധനം ഉണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിൽ. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമല്ലേ? അല്ലാതെ കുറച്ചു പേർക്ക് മാത്രം കൊടുത്താൽ മതിയോ? നമുക്കറിയാം എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യണം? ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകണം. അപ്പൊ അത് ഉത്തരം ബി ആണ്. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തക 2014 കൈലാഷ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17 വയസ്സുള്ള ആള് മലാല യൂസഫ്സായി ആണ്. ജൂലൈ 12 ജന്മദിനമാണ്. അപ്പോ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയാണ്. സ്ത്രീകൾക്ക് വേണ്ടി പോരാടിയ 17 വയസ്സ് മാത്രമുള്ള വ്യക്തി. അപ്പോ നമ്മുടെ കൈലാഷ് സത്യാർത്ഥിക്കൊപ്പമാണ് എന്ത് ലഭിച്ചത്? 2014 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്. നോബൽ സമ്മാനം നേടുന്ന പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ്. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിങ്കാലി വെങ്കയ്യ എവിടെ ജനിച്ചു? ആന്ധ്രാപ്രദേശാണ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? ആൻസർ 1976 42ാം ഭരണഘടനാ ഭേദഗതി. ഇന്ദിരാഗാന്ധിയാണ് ഈ സമയത്ത് പ്രധാനമന്ത്രി. ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ഈ സമയത്ത് രാഷ്ട്രപതി. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണ്. അപ്പൊ അരയാൽ എന്ന് തന്നേക്കുന്നു. അതുകൊണ്ട് ഈ ചോദ്യം എലിമിനേറ്റ് ചെയ്തു. പേരാലാണ് ആൻസർ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ഉത്തരം ആനന്ദമഠം. സന്യാസി കലാപത്തെ കുറിച്ച് പരാമർശിക്കുന്നു. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏതാണ്? അയിത്ത നിർമാർജനമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ആര്?
ആദ്യ മലയാളി നമ്മുടെ KG ബാലകൃഷ്ണനാണ്. വേറൊരു മലയാളി ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി KG ബാലകൃഷ്ണൻ. മനുഷ്യാവകാശ കമ്മീഷന്റെ തുടക്കത്തിൽ അംഗമായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ ഫാത്തിമ ബീവി. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2005. സൂര്യതേജസ് എന്നറിയപ്പെടുന്നു. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളാണ്. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ആൻസർ അയ്യങ്കാളിയാണ്. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ടത് എവിടെയാണ്? തൃശൂർ ജില്ലയിലാണ് ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിച്ചത്. സാമൂഹ്യ രംഗത്ത് പൊതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ഗുരു ശിവപ്രതിഷ്ഠ നടത്തി. അരുവിപ്പുറത്താണ്, തിരുവനന്തപുരം ജില്ലയിലാണ് ശിവപ്രതിഷ്ഠ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായ മേഖല ഏത്? അപ്പോ ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത് മലബാർ എന്ന പ്രദേശമാണ്. മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രമാണ് പയ്യന്നൂർ. കേളപ്പനാണ് നേതൃത്വം വഹിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ സംഘടിപ്പിച്ചു. ഇത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. നവംബർ 12 യാത്ര പുറപ്പെടുന്നത്. 24 നവംബർ 12. ഇനി മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങൾ. ചാന്നാർ ലഹള. ഇതുവരെ കണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. ഇതിനകത്ത് മാത്സ് ആണ് ഡിഫിക്കൽട്ട്. കൊച്ചി രാജപ്രജാ മണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? എലിമിനേറ്റ് ചെയ്തു. ഇതിനകത്ത് കൊച്ചി രാജപ്രജാ മണ്ഡലത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ സ്ഥാപകനെയും സെക്രട്ടറിയെ കുറിച്ചുമാണ്. അത് കൃഷ്ണൻ എഴുത്തച്ഛനാണ്. ഈ ഒരു കൊച്ചി പ്രജാമണ്ഡലത്തിന്റെ സ്ഥാപകനാണ് ഇദ്ദേഹം. ഇതിന്റെ ഇതിന്റെ പ്രവർത്തകനാണ്, സെക്രട്ടറിയാണ്. എന്നാൽ എസ് നീലകണ്ഠ അയ്യരാണ് ഇതിന്റെ പ്രസിഡന്റ്. എസ് നീലകണ്ഠ അയ്യർ പ്രസിഡന്റ്. അപ്പോ നമ്മുടെ കൃഷ്ണൻ എഴുത്തച്ഛൻ കൊച്ചി രാജപ്രജാമണ്ഡലം രൂപീകരിക്കാൻ തീരുമാനിച്ചു. 1941 ഫെബ്രുവരി 9 തൃശൂരിലെ മണികണ്ഠനാൽത്തറയിലാണ് പാർട്ടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. എസ് നീലകണ്ഠൻ അയ്യരായിരുന്നു പ്രസിഡന്റ്. നമ്മുടെ എഴുത്തച്ഛൻ സെക്രട്ടറി ആയിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി ഇക്കണ്ട വാര്യർ, വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ, എസ് നീലകണ്ഠ അയ്യർ, കുരൂർ നീലകണ്ഠൻ നമ്പൂതിരി ഇവരൊക്കെ പാർട്ടി രൂപീകരിക്കുന്നതിൽ പ്രധാനികളായിരുന്നു. പനമ്പള്ളി ഗോവിന്ദനും K കരുണാകരനും ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചു. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റണം എന്നുള്ളത് കൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരാണ്? വയനാട് ജില്ല. ഇതിന്റെ കുറിച്യ കലാപ നേതാവ് രാമൻ MP. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകൾ 941. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? 780 മെഗാവാട്ടുള്ള ഇടുക്കിയാണ്. ആദ്യ പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പദ്ധതി ശബരിഗിരിയാണ്. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി കബനി, ഭവാനി, പാമ്പാറാണ്. കബനി, ഭവാനി, പാമ്പാർ. 3 ഉണ്ട്, ഓപ്ഷനിൽ 1 ഉള്ളൂ. ഇതെല്ലാം കാവേരി നദിയുടെ പോഷക നദിയാണ്. കബനിയുടെ മറ്റൊരു പേരാണ് കപില എന്നറിയപ്പെടുന്നു. തൊണ്ടാർമുടിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്നു. കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദിയാണ് കബനി നദി. കുറുവാദ്വീപ് കബനി നദിയിലാണ്. ബാണാസുര സാഗർ അണക്കെട്ട് എർത്ത് ഡാം കബനി നദിയിലാണ്. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടുന്നില്ല. തട്ടേക്കാട് ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ് എറണാകുളം ജില്ല. മംഗളവനം ഏറ്റവും ചെറിയ കേരളത്തിലെ പക്ഷി സങ്കേതമാണ് എറണാകുളം ജില്ല. കൊച്ചിയുടെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്നു. ചോളന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രമാണ്, പാലക്കാട് ജില്ലയിലാണ്. KK നീലകണ്ഠൻ പക്ഷി സങ്കേതം എന്ന് അറിയപ്പെടുന്നു. ചിന്നാർ മലയണ്ണാന് പ്രസിദ്ധമാണിത്. വന്യജീവി സങ്കേതമാണ്. അടുത്ത ചോദ്യം, ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ് നമ്മുടെ ഭാരതപ്പുഴ. നീള എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നു. പ്രതിച്ചി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിന്റെ ഉത്ഭവം പൊന്നാനിയിലൂടെ അറബിക്കടലിൽ പതിക്കുന്നു.
ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ആരാണ്? ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം അഞ്ജു ബോബി ജോർജ് ആണ്. കോമൺവെൽത്തിൽ മെഡൽ നേടി. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര കൊല്ലം ജില്ലയിലാണ്. നീണ്ടകര. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏതാണ്? ആദ്യ ദേശീയോദ്യാനം ഇരവികുളമാണ്. ഇടുക്കി ജില്ലയാണ്. വലുതും ഇരവികുളം, ചെറുത് പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എഫ് ഷേപ്പിലാണ്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു. കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട കായൽ. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? 1956 നവംബർ 1. ഇന്ത്യയുടെ അസ്വസ്ഥതയുടെ പിതാവ് ആരാണ്? ബാലഗംഗാധര തിലകനാണ് ഇന്ത്യയുടെ അസ്വസ്ഥതയുടെ പിതാവ്. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? ആൻസർ അഹമ്മദാബാദ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആര്? INA-യുടെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ. ആൻസർ റാഷ് ബിഹാരി ബോസിൽ നിന്നാണ് സുഭാഷ് ചന്ദ്രബോസ് ഇതിന്റെ ചെയർമാൻ സ്ഥാനം വാങ്ങിക്കുന്നത്. തേബാഗ സമരം ബംഗാളിലാണ്. അടുത്തത് രാജാറാം മോഹൻ റോയി ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രമാണ് സമ്പാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് ഇന്ത്യയുടെ നവോത്ഥാനത്തിന്റെ പിതാവാണ്. ഇദ്ദേഹം ബ്രഹ്മസമാജം സ്ഥാപിച്ചു. സമ്പാദ് കൗമുദി. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണ് എന്ന് പ്രഖ്യാപിച്ചത് 29 ലാഹോർ സമ്മേളനം. അധ്യക്ഷൻ നെഹ്റു ആണ്. നാട്ടുരാജ്യ സംയോജനം പട്ടേൽ നെഹ്റുവിനൊപ്പം പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് VP മേനോൻ. VP മേനോൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? 46 ഡിസംബർ 6-നാണ് ക്യാബിനറ്റ് കമ്മീഷൻ രൂപീകരിച്ചത്. ഡിസംബർ 9-ന് താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. ഇതേ ചോദ്യപേപ്പറിൽ ചോദിച്ചു. ഡിസംബർ 11-നാണ് സ്ഥിര അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയില് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ആന്ധ്രയായിരുന്നു. പക്ഷേ എപ്പോഴും ഇപ്പൊ ചോദ്യപേപ്പറിൽ ആന്ധ്രാപ്രദേശ് കൊടുക്കുന്നു. പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം ആനന്ദമഠത്തിൽ നിന്ന് എടുത്തതാണ്. ഇതാര് രചിച്ചു? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഈ ചോദ്യത്തിൽ തന്നെ ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയി വന്നതാണ്, ആനന്ദമഠം എന്ന കൃതി. അപ്പൊ ക്വസ്റ്റ്യൻ തന്നെ വായിച്ചാൽ ഉത്തരവും കിട്ടുന്ന രീതിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? കരളാണ്. രാസപരീക്ഷണശാല എന്ന് അറിയപ്പെടുന്നു. അത് വിഷപദാർത്ഥം എന്താക്കി മാറ്റുന്നു? അമോണിയ യൂറിയാക്കി മാറ്റുന്നു. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുന്നു. പേശികളുടെ കോച്ചി വലിവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇതാണ് ടെറ്റനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് വൈറ്റമിൻ K ആണ്. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം ഏത്? പുകവലി കാരണം എംഫിസീമയാണ്. എംഫിസീമ. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃത സഞ്ജീവനി. മോഹൻലാലാണ് ബ്രാൻഡ് അംബാസിഡർ. തെങ്ങിന്റെ സങ്കരയിനം അല്ലാത്തത് ഏത്? അക്ഷയാണ്. ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര ഇതെല്ലാം തെങ്ങിന്റെ ഇനങ്ങളാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ കാസർഗോഡ് ജില്ലയിലാണ്. ഭക്ഷ്യശൃംഖല പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ്? സസ്യബുക്ക്. ഇനി അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് എന്ന്? ആൻസർ മെയ് 22. നമുക്ക് മലനാടുണ്ട്, ഇടനാടുണ്ട്, തീരപ്രദേശമുണ്ട്. കേരളത്തെ 3ആയിട്ടാണ് ഭൂപ്രകൃതി അനുസരിച്ച് തിരിച്ചിരിക്കുന്നത്. ജൈവ വൈവിധ്യങ്ങളുടെ സ്ഥലം എന്നറിയപ്പെടുന്നത് ഇടനാടാണ്. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. ഇനി ഏകാറ്റോമികം ഏത്? അത് ഹീലിയമാണ്. ഇരുമ്പിന്റെ അയിരുകൾ ഏതൊക്കെ? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ് ഒക്കെയാണ്. കലാമിൻ സിങ്കിന്റെതാണ്. ബോക്സൈറ്റ് അലൂമിനിയം ആണ്. ബാക്ടീരിയ അന്തരീക്ഷത്തിൽ ഏത് വാതകവുമായി പ്രവർത്തിച്ച് നൈട്രേറ്റ് ഉണ്ടാക്കുന്നു? നൈട്രേറ്റ് ഉണ്ടാക്കണമെങ്കിൽ നൈട്രജനുമായി പ്രവർത്തിക്കണം. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു സിങ്ക് ലോഹവും ആസിഡും ചേർന്നാൽ ഹൈഡ്രജനെ റിലീസ് ചെയ്യും. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയുടെ പേരെന്താ? പാല് കേടാകാതിരിക്കാൻ പാസ്ചറൈസേഷൻ. ആൻസർ പാസ്ചറൈസേഷൻ. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിച്ചു. 30 ഡിഗ്രി പതനകോൺ. പ്രതിപതന കോൺ എത്രയാണ്? ഈ കോണുകൾ പതനകോണും പ്രതിപതന കോണും തുല്യമാണ്. ആൻസർ 30 ഡിഗ്രി.
നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം ഏതാണ്? നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹമാണ് യുറാനസ്. പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? LPG ആണ്. ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ആണ് പാരമ്പര്യ ഊർജ സ്രോതസ്. ഇനി പാരമ്പര്യേതര ഊർജ സ്രോതസ് ഉണ്ട്. അത് സൗരോർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, കാറ്റിൽ നിന്നുള്ള ഊർജം ഒക്കെയാണ്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഏതാണ്? തെർമോമീറ്ററിൽ താപം അളക്കുന്നു, താപമല്ല, താപനില കെൽവിൻ, ഊഷ്മാവ് അളക്കുന്നു. തെർമോമീറ്റർ ഊഷ്മാവ്. ദോലനത്തിന് ഉദാഹരണം ഏതാണ്? ഊഞ്ഞാലിന്റെ ചലനം ദോലനമാണ്, പെൻഡുലത്തിന്റെ ചലനം ദോലനമാണ്, വീണക്കമ്പിയുടെ ചലനം ദോലനമാണ്. ലിഫ്റ്റ് ഉയരുന്നത് നേർരേഖാ ചലനമാണ്, ചക്രം തിരിയുന്നത് വർത്തുള ചലനമാണ്. ക്ലോക്കിലെ സമയം 3:15. മിനിറ്റ് സൂചി, മണിക്കൂർ സൂചി, കോണളവ് എത്ര? 30h മൈനസ് 11/2 m. 30 × 3 മൈനസ് 11/2 × 15. 90 മൈനസ് ഇത് 165ന്റെ പകുതി, അപ്പോ വരുന്നത് 7.5 ഡിഗ്രി എന്നാണ്. ഒരു കലണ്ടറിൽ ഒരു തീയതിയും തൊട്ടടുത്ത തീയതിയും, ഒരു തീയതി തൊട്ടടുത്ത തീയതി, ഇതേ തീയതി രണ്ടാഴ്ചക്ക് ശേഷമുള്ള തീയതി, ഇപ്പൊ ഇന്ന് 7 ആണെങ്കിൽ അടുത്ത ആഴ്ച 14 ആണ് അല്ലെ? ഇനി രണ്ടാഴ്ചയാണെങ്കിൽ അടുത്തത് 14 കൂടെ, പിന്നെ ഒരു 7 കൂടെ കൂട്ടണം, അടുത്ത 21 ആണ്. അപ്പൊ എക്സിന്റെ കൂടെ 14 കൂട്ടണം രണ്ടാഴ്ച കഴിഞ്ഞ്. ഇവിടെ x+1ന്റെ കൂടെ 14 കൂട്ടണം, അപ്പൊ x+15 ആകും. ഇതെല്ലാത്തിന്റെയും കൂടെ തുക 62 ആണ്. അപ്പൊ x+x+1 x+14 x+15ന്റെ തുക 62 ആണ്. 4x + 14 1 15, ഇവിടെ 15, 30 എന്ന് പറയുന്നത് 62, 4x എന്ന് പറയുന്നത് 32, x 8 ആണ്. ഇതിലെ ആദ്യ ദിനം ഈ മാസത്തിലെ എത്രാമത്തെ ദിവസമാണ്? അപ്പൊ ആൻസർ എന്ത് കിട്ടി? x എന്ന് പറയുന്നത് 8 എന്ന് കിട്ടി. അതാണ് ചോദിച്ചത്. കുറച്ച് ടഫാണ്, ആലോചിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും. ഇനി ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. 32 ബേസ് എടുക്കുക, LCM പോലെ. ഇതിന്റെ ഏറ്റവും വലിയ LCM 32 അല്ലേ? അതുകൊണ്ട് തന്നെ വലിയ സംഖ്യ ആയിരിക്കുമല്ലോ LCM. അപ്പൊ ഇതിന്റെ 32 ആയിരിക്കും. 16 2 32, 8 4 32, ഇവിടെ 8 × 4 32, 16 2 32 പ്ലസ് 1, ഇത്രയും ബൈ 32. അപ്പൊ 32ന്റെ കൂടെ 16 കൂട്ടി, പിന്നെ 8 4 12, 2 14 1 15 കൂട്ടുക. അപ്പൊ നമുക്ക് എന്ത് വരും? നമുക്ക് വരുന്നത് 4 5 6 63. അപ്പൊ 63/32 എന്ന് കിട്ടി. ആൻസർ 83, ഓപ്ഷൻ സി ആണ്. 6/21ന്റെ 1ന്റെ സ്ഥാനത്തെ അക്കം. അതായത് നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചോദ്യം 5 ആണെങ്കിൽ 0 ആണ് അറ്റത്തെങ്കിൽ, 6 ആണെങ്കിൽ 1 ആണെങ്കിൽ എനി നമ്പർ പവർ ആയാലും അതേ സംഖ്യകൾ തന്നെ കിട്ടും. 6/201 ആണെങ്കിലും ഉത്തരം എന്തായിരിക്കും? 6 തന്നെ ആയിരിക്കും. ഒറ്റയുടെ സ്ഥാനത്ത് അക്കം അത് തന്നെ ആയിരിക്കും. ഇനി 3/22 ആണെന്ന് വിചാരിക്കുക. അപ്പൊ 22നെ 4 കൊണ്ട് ഹരിക്കണം. അപ്പോ നമുക്ക് എന്ത് കിട്ടും? 6 4 24, I 4 20, ബാലൻസ് 2 വരത്തില്ലേ? അപ്പൊ ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം ചോദിച്ചാൽ 3ന്റെ സ്ക്വയർ ആയിരിക്കും 9. ഈ ബാലൻസ് ഇതിന്റെ പവർ ആയിട്ട് ഇടണം. ഇനി നമുക്ക് 28 വരികയാണെന്ന് വിചാരിക്കുക. അപ്പോഴും ഇങ്ങനെയാണ്, ഏതിന്റെ ചോദിച്ചാലും വേറെ ഏത് നമ്പർ ആണെങ്കിലും 4 കൊണ്ട് ഹരിക്കണം, ശിഷ്ടം വരുന്നത് അതിന്റെ പവർ ആയിട്ട് എഴുതണം, അതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് സാധനമായിരിക്കും അതിന്റെ ആ വരുന്നത് ചോദിച്ചാൽ ഉത്തരം. ഒരു മട്ട ത്രികോണം ലംബവശങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 10 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ. 20%, 25% പരപ്പളവിലെ വർധനവ് എത്ര? രണ്ട് സ്ഥലത്തെ വർധനവ് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ രണ്ടിടത്ത് കൂടുവല്ലേ, x + y + xy/100 ഇതിട്ടാ മതി. 20 + 25 + 20 × 25/100, 25 4 100, I 4 20, 20 + 25 45 + 5 50% നമുക്ക് മൊത്തത്തിൽ വർധനവ് ഉണ്ടാകുക.
അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. ഹാഫ് BH ആണ് ഇതിന്റെ ഏരിയ. അപ്പൊ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 8 ആണ്. അപ്പൊ 8×5 40 എന്ന് കിട്ടി. ഇനി ഈ 10 സെന്റിമീറ്ററിൽ 20% വർധനവ് എന്ന് ചോദിച്ചാൽ 10 ഇൻറ്റു 20/100. അപ്പോ ഇവിടെ ഒരു 2, അതായത് 12% വർധനവ്. അടുത്തത് 8-ൽ എത്ര ശതമാനം? 25% വർധനവ്. അപ്പോ നമുക്കൊരു 2, അതായത് 8 2 10 വർധനവ്. ഇനി ഹാഫ് BH വീണ്ടും ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 2 10 12 5 60 എന്ന് കിട്ടി. അപ്പൊ 40 60 20ന്റെ വർധനവ് ഇവിടെ ഉണ്ടായി. എന്നിട്ട് വീണ്ടും നോക്കണം. അപ്പോ നമുക്കിത് 50% ടോട്ടൽ വർധനവ്. പരപ്പളവ് ഹാഫ് BH ചെയ്തിട്ട് പരപ്പളവ് വർധനവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഉത്തരം എന്താണ്? 50% നമ്മുടെ ടോട്ടൽ വർധനവ്. ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള രീതി. എക്സ് ഇത്, വൈ ഇത്, XY/100. ഓക്കെ ആണ്? ഓക്കെ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. 20നും 100നും ഇടയിലുള്ള മുഴുവൻ ഒറ്റസംഖ്യകളുടെ തുക. ഒറ്റസംഖ്യയുടെ തുകയുടെ ഇക്വേഷൻ എന്താണ്? n² ആണ്. അപ്പോ നമുക്ക് വേണ്ടത് 20നും 100നും. 100 വരെ എത്ര ഒറ്റസംഖ്യകളുണ്ട്? 50 ഒറ്റസംഖ്യ ഉണ്ട്. അപ്പോ 2500 ആണല്ലോ 100 വരെ. ഇനി 20 വരെ എത്ര ഒറ്റസംഖ്യകളുണ്ട്? 10 ഒറ്റസംഖ്യകളുണ്ട്. അപ്പോ 10 ഒറ്റസംഖ്യകളുടേത് 100 ആണ്. കുറച്ചു. അപ്പൊ 20നും 100നും ഇടയിലാണെങ്കിൽ നമ്മുടെ ഉത്തരം ഇത് തമ്മിൽ കുറച്ചാൽ മതിയല്ലോ. 2 400 ആണ് ഒറ്റസംഖ്യകളുടെ തുക. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്തത് ഒരു പുസ്തകത്തിനും പേനയ്ക്കും കൂടി വില 26 രൂപയാണ്. പേനയെ എടുത്തു, പുസ്തകത്തിന് B എന്നെടുത്തു, പേനയെ P എന്നെടുത്തു. രണ്ടും കൂടി 26. പേനയുടെ വില പുസ്തകത്തിനേക്കാൾ 10 രൂപ കുറവാണ്. അപ്പൊ പേനയുടെ വില എന്ന് പറയുന്നത് പുസ്തകത്തിന്റെ, അല്ലെ, പേനയുടെ വില ബുക്കിന്റെ വിലയേക്കാൾ അല്ലെങ്കിൽ ടെക്സ്റ്റിന്റെ വിലയേക്കാൾ 10 രൂപ കുറവാണ്. എങ്കിൽ 5 പുസ്തകവും 6 പേനയും വാങ്ങുന്ന ഒരാൾ എത്ര രൂപ നൽകണം? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇവിടെ ഒരു പുസ്തകത്തിനും പേനയ്ക്കും കൂടി വില വരുന്നത് 26 രൂപയാണ്. പിന്നെ പറഞ്ഞു പേനയുടെ വില B-10 ആണെന്നും പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടുന്നുണ്ട്. അതായത് P-B എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ B+B 26 ആണ് കിട്ടുന്നുണ്ട്. പേന, പുസ്തകം ചേർന്ന് 26. ഇനി പേനയുടെ വില പുസ്തകത്തിനേക്കാൾ 10 രൂപ കുറവാണ്. അപ്പോ നമുക്ക് വീണ്ടും കിട്ടുന്ന ഒരു ഇക്വേഷൻ P-B എന്ന് പറയുന്നത് -10 ആണ്. ഇത് തമ്മിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. തിരിച്ചിട്ടാൽ സോൾവ് ചെയ്യാം. രണ്ടും കൂടെ കൂട്ടുകയാണെങ്കിൽ 2P സമം എന്ത് കിട്ടി? 26. രണ്ടും കൂടെ കൂട്ടുവല്ലേ. അപ്പോ 2P സമം 26 10 പോയാൽ 16. P സമം 8 എന്ന് കിട്ടി. P 8. അതായത് നമുക്ക് പേനകൾ 8 എണ്ണം. അപ്പോ പുസ്തകങ്ങൾ എത്ര എണ്ണം? 18 എണ്ണമാണ് പുസ്തകങ്ങൾ വരുന്നത്. പുസ്തകങ്ങൾ ബുക്ക് 10 + 8 18 എന്ന് വരും. ഇനി 5 പുസ്തകവും 6 പേനയും. 5 പുസ്തകം 8×5 40. 5 പുസ്തകം 18 × 5 8×5 40 5×4 9. 6 പേന 86 48. 8 9 4 13. ഉത്തരം 138 എന്ന് വന്നു. ഇതാണ് നമ്മുടെ ആൻസർ. എക്സും വൈ ഇട്ടൊക്കെ ചെയ്യുന്ന രീതിയാണ് ഇത്. സ്കൂൾ ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. 5ാം ക്ലാസ്സിലെ ചോദ്യമാണ്. 0.49 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 0.49 കിട്ടും? 0.49 ആണ്. 6 ഉണ്ട് ഇവിടെ. ഇനി 0.49 എന്ത് കൂട്ടണം? A⁻m × A⁻n അല്ലയോ? A⁻m + n അല്ലേ? -5 കൂട്ടിയാൽ മതിയല്ലേ m + n.
അപ്പൊ 0.491 എന്ന് കിട്ടത്തില്ലേ? -5 ഓപ്ഷനിൽ ഇല്ലാത്തത് കൊണ്ട് എലിമിനേറ്റ് ചെയ്തു. അടുത്തത് 2 ക്യൂബ് 4 ക്യൂബ് 6 raised to a raised to m of n a raised to m of n a raised to m ഗുണം n ആണ്. I2 10. 36നെ 6ന്റെ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? സ്ക്വയർ ഓഫ് 4 ഇത് 4 8. ഇനി ഇതിനെ 4ന്റെ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? 4ന്റെ സ്ക്വയർ ഓഫ് 3 ഇത് 3 6. ഓക്കെ ആണ്. ഇനി നമ്മള് 6 raised to 10 a raised to m ബൈ എ റേസ് ടു എൻ എ റേസ് ടു എം മൈനസ് എൻ അല്ലേ? 10ന്ന് 8 കുറച്ചാൽ 6ന്റെ സ്ക്വയർ മുകളിൽ വന്നു. ഇത് വെട്ടുമ്പോൾ താഴെ 4ന്റെ ക്യൂബ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ 2 ഗുണം 2 ഗുണം 2 അല്ലേ? ഇതാണെങ്കിൽ 4 ഗുണം 4 ഗുണം 4 ആണ്. ഈ 2 വെട്ടി, ഇവിടെ ഒരു 2 ഇവിടെ വെട്ടി. അപ്പൊ ഇവിടെ 6ന്റെ സ്ക്വയർ മുകളിലുണ്ട്, താഴെ 8 ഉണ്ട്. 6 ഗുണം 6 ബൈ 8 23 6 24 8 23 6 4 9/2 എന്നാണ് വരുന്നത്. സോൾവ് ചെയ്താൽ മതി, സമയം എടുക്കുന്നേ ഉള്ളൂ. സംഭവം എളുപ്പമാണ്. 9/2. 45 km/h വേഗത്തിൽ ഓടുന്ന ഒരു വാഹനം 4 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും? ദൂരം ഡിസ്റ്റൻസ് ആണ്, ടി ഇൻറ്റു എസ് ആണ്. ടി എന്ന് പറയുന്നത് 4 മിനിറ്റ് ആണ്. മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റണം. മിനിറ്റിനെ മണിക്കൂറിൽ മാറ്റണമെങ്കിൽ ബൈ 60. 45 km/h. അപ്പൊ നമുക്ക് വെട്ടിക്കളയുമ്പോൾ ഞാൻ 12 5 60 9 5 45 3 9 4 3 12. ഉത്തരം 3 കിലോമീറ്റർ എന്ന് കിട്ടി. 90 ഓപ്ഷൻ ബി ആണ്. ഇനി ഇതാണ് ചോദ്യം. ഇത് നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്യാം. ഇത് root of a minus b the whole square ആവത്തില്ലേ? root of 3 minus root 2 the whole square. a plus b into a plus b root of 3 plus root 2 the whole square by a plus b into a minus b എന്ന് വെച്ചാൽ a square root 3 ന്റെ സ്ക്വയർ 3 a square minus b square 3 minus 2 1 ആണ് അല്ലേ? ഇനി ഇത് നമ്മൾ ക്രോസ് a square minus 2ab plus b square a square 3 minus 2ab root 3 root 2 plus b square 2. ഇനി a square plus 2ab plus b square 2. ഇതും വെട്ടി 3 3 6 ആണ്. 2 2 4 ആണ്. 6 4 10 എന്ന് സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടി. ശ്രേണിയിലെ വിട്ടുപോയ സംഖ്യയാണ് 4 18 48 -180. 2ന്റെ ക്യൂബ് മൈനസ് 2ന്റെ സ്ക്വയർ 8ന്ന് 4 പോയാൽ 4. 3ന്റെ ക്യൂബ് 27 മൈനസ് 3ന്റെ സ്ക്വയർ 27ന്ന് 9 പോകുമ്പോൾ 18. 4ന്റെ ക്യൂബ് 64 മൈനസ് 16 അതാണ് 48. എങ്കിൽ 5ന്റെ ക്യൂബ് 125 മൈനസ് 25 അത് 100 ആണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഉത്തരം. ചതുരാകൃതിയിലുള്ള ഒരു തകര ഷീറ്റിന്റെ നീളം വീതി തന്നു. ചുറ്റളവ് 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ്. നമുക്ക് എല്ലിനെ 12.5 എന്ന് പറയുമ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ 24 1 25/2 എന്നും ബി എ മിക്സഡ് ഫ്രാക്ഷൻ 10 2/3 32/3 എന്നും എഴുതാം. 2 ഇൻറ്റു 25/2 ഗുണം 32/3 ആണ് അല്ലേ? ഇത് തന്നെയാണ്, അല്ല സോറി, എൽ പ്ലസ് ബി ആണ്. ഓക്കെ, അപ്പൊ ഇനി ഇത് ക്രോസ് ചെയ്തു. 25 3 75 ആണ്. 75 കൊണ്ട് ഇത് ഗുണിക്കുമ്പോൾ 2 4 23 6 5 4 9 7 6 13 139/6 ആണ്. ഓക്കെ, 139/6. ഇത് വെട്ടി 24 8 അല്ലെ 23 6 സോറി വെട്ടി ഒരു 2 2 വെട്ടി 23 6 139/3 എന്ന് കിട്ടി. 139/3 ഞാനൊന്ന് ചെയ്യുവാണ്. 4 3 12 ബാലൻസ് 1 19 6 3 18 ബാലൻസ് 1. അതായത് എനിക്ക് 46 1/3 എന്ന് കിട്ടി. ഇതാണ്ട് ഇരിപ്പുണ്ട് 46. ഉത്തരം ബാലൻസ് എനിക്ക് 1 1 ഈ എന്റെ ഛേദം 3. അതാണ് ഉത്തരം. ഓപ്ഷൻ എ ആണ്. അടുത്തത് 94 എലിമിനേറ്റ് ചെയ്തു. 2 മീറ്റർ നീളം 3 മീറ്റർ വീതി 2 മീറ്റർ നീളം
3 മീറ്റർ വീതി, വാതില് 5.5 മീറ്റർ നീളം, 4.25 മീറ്റർ വീതി. അപ്പൊ 2 മീറ്റർ നീളം, 1 മീറ്റർ വീതി. ഇതിനകത്തുനിന്ന് എടുക്കുന്നു 24 രൂപ നിരക്കിൽ സിമന്റ് തേക്കാൻ എത്ര രൂപ ചെലവാകും? ഇതെന്ന് വെച്ചാല് ആദ്യം ഇത് നോക്കണം. ഇതിന്റെ ഏരിയ, വലുതിന്റെ ഏരിയ, ലാർജിന്റെ ഏരിയ 5.5 ഗുണം 4.25 ആണ്. ഇനി സ്മോളിന്റെ ഏരിയ നോക്കണം. അത് 2 ഗുണം 1 ആണ്. എൽ ഗുണം ബി ആണല്ലോ 2. അപ്പൊ ഈ ഉത്തരവും കൂടെ കുറയ്ക്കുന്നതാണ് ഇവിടുത്തെ ഏരിയ. ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ 24 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇത് ഉത്തരവില്ലാത്തത് കൊണ്ട് എലിമിനേറ്റ് ചെയ്തു. ഏകദേശം 513 ആ ഒരു ലെവലിലൊക്കെ ഉത്തരം വരുന്നുണ്ട്, പക്ഷെ എലിമിനേറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങിനോട്. അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സ് എക്സ്. അപ്പൊ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിനോട് 3 മടങ്ങിനോട് 5 വർഷം ചേർത്തതാണ്. ഇപ്പോൾ അച്ഛന്റെ വയസ്സ് 44. അപ്പോ ഇപ്പൊ എത്ര വയസ്സുണ്ട്? 44 ഉണ്ട് അച്ഛന്റെ വയസ്സ്. 3x + 5 44. എങ്കിൽ 7 വർഷം മുമ്പുള്ള അച്ഛന്റെ വയസ്സാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. നമ്മൾ ആദ്യം നോക്കുന്നത് 3x + 5 44 എന്ന് എടുത്തു. 3x എന്ന് പറയുമ്പോൾ 39, x 13. 7 വർഷം ശേഷം, അപ്പൊ +7 ആണ് മകന്റെ വയസ്സ് 20. മകന്റെ വയസ്സ് എത്താണ് ഇപ്പം? 7 വർഷത്തിന് ശേഷം ആയതുകൊണ്ട് 20. 7ഉം കൂടെ കൂട്ടണം. രവി, റഹീം, ജോൺ 4500 രൂപയുടെ 2 ഭാഗം 6 ഭാഗം 4 ഭാഗം യഥാക്രമം കൊടുക്കുന്നു. ജോണിന് എത്ര രൂപ? 4500 എടുത്തു. 1 2 3. ജോണ് മൂന്നാമതിരിക്കുക. 1 2 3. 4 ഭാഗമാണ്. ടോട്ടൽ 6 + 2 + 4 8 4 12. 4 3 12 ആണ്. 1 3 3 I 3 15. 1500 രൂപയാണ് നമ്മുടെ ജോണിന്റെ വിഹിതം. രാഹുൽ 2500 രൂപയ്ക്ക് പഴയ TV വാങ്ങി. 1000 രൂപ മുടക്കി കേടുപാടുകൾ തീർത്തു. അപ്പൊ വാങ്ങിയ വില 2500 + 1000 3500. വിറ്റ വില 3850. എത്ര ശതമാനം ലാഭം? ഇത് തമ്മിലുള്ള വ്യത്യാസം 350 വാങ്ങിയ വില × 100 വെട്ടി 35. 10% ലാഭം. 98 ഇത് എലിമിനേറ്റ് ചെയ്തു. ഫൈനൽ കീയിൽ ഇത് എലിമിനേറ്റ് ചെയ്തു. ഇത് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഇന്ന് എടുക്കാം. 2 അക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക 9. എല്ലാത്തിന്റെയും അക്കങ്ങളുടെ തുക 9 ആണ്. കണ്ടോ? ഏത് ഓപ്ഷനിൽ നോക്കിയാലും 9 ആണ്. 9 അല്ലെങ്കിൽ അപ്പ എലിമിനേറ്റ് ചെയ്യണം. അക്കങ്ങൾ തല തിരിച്ചെഴുതണം. അക്കങ്ങൾ തിരിച്ചെഴുതിയത് 54 എന്നെഴുതാം. തമ്മിലുള്ള വ്യത്യാസം 27 ആണെന്ന്. ആണോ? ഇത് തമ്മിൽ വ്യത്യാസം 27 ആണോ? അല്ല. ഇത് തിരിച്ചെഴുതി 72. വ്യത്യാസം ആണോ? അല്ല. ഇനി ഇവിടെ ഞാൻ തിരിച്ചെഴുതി 63. 36ഉം 63. അതായത് അക്കങ്ങൾ തലതിരിച്ചെഴുതുമ്പോൾ പുതിയ സംഖ്യ ആദ്യ സംഖ്യയേക്കാൾ 27 കൂടുതലായിരിക്കണം. ഇപ്പൊ ഞാൻ 36 തിരിച്ചെഴുതുമ്പോൾ 63 കിട്ടി. 36നേക്കാൾ 27 ഇത് കൂടുതലായിരിക്കണം എന്നാണ് പറഞ്ഞത്. 63 ഞാൻ എഴുതി. തിരിച്ചെഴുതിയപ്പോ 36. ഇവിടെ കുറവല്ലേ കൂടുതലാണോ? അതുകൊണ്ട് ഇത് തെറ്റാണ്. ഇതാണ് ശരി. അപ്പൊ ഇതാണ് ശരി. 36 ആണ് എന്റെ ഉത്തരം. 6 പൈപ്പുകൾ 1 മണിക്കൂറും 30 മിനിറ്റ് കൊണ്ടും ഒരു ടാങ്ക് നിറയ്ക്കുകയാണെങ്കിൽ ഇതേ വലുപ്പമുള്ള 4 പൈപ്പുകൾ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയ്ക്കും? M1 T1 = M2 T2 എന്നുള്ള രീതിയിൽ ചെയ്യാം. 6 പൈപ്പ് എടുത്തു. 1 മണിക്കൂർ 30 മിനിറ്റ്. അപ്പൊ 90 എന്ന് ഞാൻ എടുത്തു. അതുപോലെ 4 പൈപ്പുകൾ എത്ര സമയം? അപ്പോ ഇത് ബൈ 4 ചെയ്യുക. ബൈ 4 ചെയ്യുമ്പോൾ 2 4 23 6. ഇത് 45 2 90. 45 3 I 3 15. 12 1 13. 135 മിനിറ്റ് എന്നാണ് ഉത്തരം. 135 മിനിറ്റിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 120. ബാക്കി 15. അതായത് 2 മണിക്കൂർ 15 മിനിറ്റ്. അടുത്ത ചോദ്യം. എയും ബിയും
10-ന് താഴെയുള്ള, ഇത് മനസ്സിലായി? 135 മിനിറ്റ്. 120 എന്ന് വെച്ചാല് 60 ഗുണം 2, 1 മണിക്കൂർ 60 120. പിന്നെ വരുന്നത് ഒരു 15 മിനിറ്റ് ആണ്, അതുകൊണ്ടാണ് 2 മണിക്കൂർ 15 മിനിറ്റ്. 20 മിനിറ്റ് വന്നെങ്കിൽ 2 മണിക്കൂർ 20, അരമണിക്കൂർ 2 മണിക്കൂർ 30 മിനിറ്റ് വന്നെങ്കിൽ ഇത് എഴുതേനെ. എയും ബിയും 10-ന് താഴെയുള്ള രണ്ട് എണ്ണൽ സംഖ്യകളാണ്. അപ്പൊ എയോ ബിയോ, എ ആണെങ്കിലും ബി ആണെങ്കിലും 0 മുതൽ 9 വരെ ആയിരിക്കും. എണ്ണൽ സംഖ്യയാണ്, അപ്പൊ 0 വരുമോ? ഇല്ല. എണ്ണുന്ന സംഖ്യയാണെങ്കിൽ 1 മുതൽ 9 വരെ ഏതാണ്ടാണ്. ഒരുമിച്ചെഴുതിയാൽ കിട്ടുന്ന രണ്ടക്ക സംഖ്യകളാകുന്ന ബി എന്ന് എഴുതിയാൽ, ഇനി B3 ഗുണനഫലം 57 A ആണ് എങ്കിൽ എയുടെ വില എത്ര? വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഏതോ ഒരു സംഖ്യ അത് 3 കൊണ്ട് ഗുണിച്ചാൽ ആ വില തന്നെ കിട്ടണം എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഞാനിപ്പോ ഏതോ ഒരു സാധനം, അതായത് 1 ഗുണം 3 3, 1 തന്നെ കിട്ടണമായിരുന്നു. 2 ഗുണം 3 6 ആണ്. 2 കിട്ടിയോ? ഇല്ല. 3 ഗുണം 3 9, 4 ഗുണം 3 12. ഈ ഗുണിച്ച സാധനം തന്നെ ഉത്തരത്തിൽ വരണം എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. കിട്ടിയിട്ടില്ല. അടുത്തത് ഞാൻ നോക്കുന്നു. 3-ന്റെ ടേബിളിനകത്തുനിന്ന് എനിക്ക് കിട്ടും 5 ഗുണം 3 15. എനിക്ക് കിട്ടി. വേറെ ഏതെങ്കിലും അങ്ങനെ വരുന്നുണ്ടോ? 18. 7 ഗുണം 3 21. 8 ഗുണം 3 24. 9 ഗുണം 3 27. വേറൊന്നും ഇല്ല. അപ്പൊ ആകെ 5 മാത്രമേ ഇങ്ങനെ റിപ്പീറ്റ്, ഈ ഗുണിക്കുമ്പോൾ ഇത് തന്നെ കിട്ടും. അപ്പൊ ഇവിടെ 5 കൊണ്ട് ഗുണിച്ചാൽ 5 തന്നെ കിട്ടി. അതായത് അവരതാ ഉദ്ദേശിച്ചത്, ഉത്തരം 5. ക്ലിയർ ആണ്? അങ്ങനെ 100 ചോദ്യങ്ങൾ വളരെ വ്യക്തമായി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് നമ്മുടെ SSLC പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു നല്ല ചോദ്യമാണ്. LGS എക്സാമുകൾക്ക് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. പ്രിലിംസ് ആയിട്ട് പോലും മാത്സിന്റെ സ്റ്റാൻഡേർഡ് നിങ്ങൾ മനസ്സിലാക്കുക. GK സെക്ഷൻസ് ഒക്കെ ഈസി ആയിരുന്നു, ഒരു കുഴപ്പമില്ലാത്ത ലെവലായിരുന്നു. LGS ഈ ഒരു ലെവലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇച്ചിരിയും കൂടെ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും എന്ന് കരുതി ബുദ്ധിമുട്ടായിരിക്കത്തില്ല. സ്റ്റേറ്റ്മെന്റ് കണ്ടാലും പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി റെഗുലറായി ക്ലാസ്സുകൾ ലഭിക്കും. ഇതുവരെ നമ്മൾ ഒരു 8ഓളം LGSന്റെ എക്സാം സെക്ഷൻസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പഠിക്കുക. LGS എന്ന് പറയുന്ന പ്രത്യേകം പ്ലേലിസ്റ്റിൽ, LGS എക്സാം എന്ന പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. നോക്കി പഠിക്കുക. എല്ലാ ചോദ്യപേപ്പറും 2024 മുതൽ നമുക്ക് LGSന് വേണ്ട എല്ലാ ചോദ്യപേപ്പറും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. കൂടാണ്ട് സ്കൂൾ ബുക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. കുറച്ച് മാത്സിന്റെ സെക്ഷൻസും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ് വീണ്ടും കാണാം. ബൈ. ടെലിഗ്രാം ചാനൽ ലേൺ വിത്ത് റീജി ആണ് കേട്ടോ.